പാട്ടുകളെ കൂടുതൽ അടുത്തറിയാവുന്നവരെ പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരമാണ് അല്ലേ? ശരിക്കും മലയാളി പ്രേക്ഷകരെ എന്നും വിസ്മയിപ്പിച്ച സംഗീത സംവിധായകരുടെയും കവികളുടെയും പാട്ടുകാരുടെയും ഒക്കെ പാട്ടിൻ്റെ അറിവും അതുപോലെ പാട്ടിനിടയിൽ അവർ ഒളിപ്പിച്ചു വെച്ച ചില രഹസ്യങ്ങളും ഒക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് തുറന്നു കാട്ടുന്ന ചിലരുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, പാട്ടിൻ്റെ രഹസ്യ അറകളുടെ താക്കോൽ കൈവശമുള്ള ഒരു ഏകാന്ത സഞ്ചാരിയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ സജിത് ഏവൂരത്ത്. കഥ പറയും പാട്ടുകളുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചേട്ടാ. അപ്പൊ ഈ നമ്മുടെ ഇന്നത്തെ ഷോയില് ആദ്യമായിട്ട് പറയാൻ പോകുന്ന കഥ ഏത് പാട്ടിന്റെയാണ്? നമ്മുടെ സംഗീത നിരൂപകരുടെ ലിസ്റ്റ്, അവരുടെ എണ്ണം പ്രകാരം ഒരു 462 പാട്ടിന് ശേഷം 463ാമത്തെ പാട്ട് മുതലാണ് മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രം, ഇന്ന് കാണുന്ന തരത്തിലുള്ള സിനിമാ ഗാനങ്ങളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് ആ പാട്ട് എല്ലാരും ചൊല്ലണ് എന്ന് പറയുന്ന പാട്ടാണ്. ജാനമ്മ ഡേവിഡ് എന്ന് പറയുന്ന തിരുവനന്തപുരംകാരി തന്നെയായ പാട്ടുകാരിയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതിൽ മറ്റു പല പാട്ടുകളും പ്രസിദ്ധങ്ങളായ പാട്ടുകളുണ്ട്. നമുക്ക് ഈ എല്ലാരും ചൊല്ലണ് എന്നുള്ള പാട്ട് നമുക്ക് നോക്കാം. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. ഞാനൊന്നു തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ശരിക്കും ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത, ഞാനും കുഞ്ഞിലെയൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ്. എനിക്കൊന്ന് ഇപ്പോഴും കുട്ടികൾക്ക് പാടാനും ഒക്കെ ഇഷ്ടമാണ് ഈ പാട്ട്. അല്ലെ, അതിന്റെ ഒരു ബീറ്റ് അങ്ങനെയാണ് അല്ലെ, എല്ലാവർക്കും ഇഷ്ടമാണ് ആ പാട്ട്. എന്നും മലയാളം പ്രൊഫസറാണ് അല്ലെ, ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പത്മരാജൻ സാർ അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാര്യം എന്താണ്? ആലപ്പുഴ SD കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, മലയാള വിഭാഗത്തില്. എന്റെ വീട് മുതുകുളമാണ്, കായംകുളത്തിനടുത്ത് മുതുകുളം. പത്മരാജൻ സാറിന്റെയും വീട് മുതുകുളമാണ്. ഞങ്ങൾ അയൽവാസികളാണ്. അപ്പോൾ വളരെ കുട്ടിക്കാലം മുതൽ വായിക്കുന്നത് കൊണ്ട് പത്മരാജൻ സാറിന്റെ പല കഥകളും വായിക്കുകയും അതിലെ കഥാപാത്രങ്ങൾ പലരും മുതുകുളത്തുകാരാണ്, കഥാസന്ദർഭങ്ങൾ മുതുകുളത്തെയാണ്. ഏതാണ്ടൊരു 60%-70%-ത്തോളവും അദ്ദേഹം മുതുകുളത്തിന്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഒട്ടുമിക്ക സിനിമയിലും കഥയിലും നോവലിലുമൊക്കെ ട്രാജഡി ഒരു പ്രധാനപ്പെട്ട തീമാണ്. അപ്പോൾ അത് ആരും അതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ട്രാജിക് കോൺഷ്യസ്നെസ്, ദുരന്തബോധം എങ്ങനെയാണ് ഇദ്ദേഹത്തിൽ ഇത്രയേറെ പ്രവർത്തിക്കാനിടയായ സാഹചര്യം. അത് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടാണോ അതോ അദ്ദേഹത്തിന് ജനിതകമായി ഉണ്ടായി വന്നതാണോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്ത പഠനം. അതിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2009 ഈ ഡോക്ടറേറ്റ് കിട്ടുന്നത്. എനിക്കൊന്ന് പത്മരാജൻ മാഷിന്റെ ഒരു പാട്ട്. പത്മരാജൻ സാറിന്റെ സിനിമയിൽ അനേകം മനോഹരമായ പാട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏറ്റവും മനോഹരമായ പാട്ടുകൾ ആദ്യം വരുന്നത്, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിൽ മനോഹരമായ പാട്ട് വരുന്നത് കൂടെവിടെ എന്ന് പറയുന്ന സിനിമയിലാണ്. അത് എഴുതിയത് ONV സാറും സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ മാസ്റ്ററുമാണ്. അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി ONV സാർ പാട്ട് എഴുതാൻ വരുമ്പോൾ ഇദ്ദേഹം ട്യൂൺ കൊടുത്തിട്ട് പാട്ട് എഴുതുന്ന രീതിയാണ് ജോൺസൺ മാസ്റ്റർ ഉപയോഗിക്കുന്നത്. അല്ലാതെയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു ട്യൂൺ കൊടുത്തു. അപ്പൊ ട്യൂൺ ഇട്ട് പാട്ട് എഴുതുമ്പോൾ, അപ്പം സലിൽ ചൗധരിക്കൊക്കെ ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട് ONV സാർ. പക്ഷെ ഈ ജോൺസൺ അന്ന് പുതുമുഖമാ. അപ്പൊ അങ്ങനെ ചെയ്താൽ എത്രത്തോളം വിജയിക്കുമെന്ന് ONV സാറിനൊരു സന്ദേഹം. അപ്പോൾ അത് വളരെ സ്പീഡുള്ള അതായതുകൊണ്ട് ഇത് കുറച്ചൊന്ന് നീട്ടാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആടിവ കാറ്റ് എന്നുള്ളത് ആദ്യം എഴുതുന്നു. അപ്പൊ അതില് അദ്ദേഹം
ONV സാറിൻ്റെയും കൂടെ നിർദ്ദേശം വെച്ചിട്ടാണ് ആ പാട്ടിൻ്റെ പല്ലവിയിൽ കുറച്ച് നീളത്തിൽ നേരത്തെ അത്രയും ചേഞ്ചസ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് അടുത്ത പാട്ടായിരുന്നു പൊന്നുരുകും പൂക്കാലം. അപ്പോൾ അത് ആദ്യത്തേതിൽ നല്ല പെർഫോമൻസ് ആയതോടുകൂടി ONV സാറിന് നല്ല ആത്മവിശ്വാസമായി ഇയാൾ നല്ലപോലെ ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ പൊന്നുരുകും പൂക്കാലം അത് നമുക്കൊന്ന് അവിടെ പ്രാവെല്ലാം പാറി പോകെ എന്ന് പറയുമ്പോ പ്രാവിങ്ങനെ പാറി പോകുന്നതിന്റെ ഒരു ഫീലാണ്. അതാണ് വളരെ മികച്ച സംഗീത സംവിധായകരുടെ പ്രത്യേകത. ആ വാക്കുകൾക്ക് അനുഗുണമായി അവർ സംഗീതത്തെ മാറ്റിയെടുക്കും. അപ്പൊ ആ പാട്ടാണ് ആദ്യം ഞാൻ പത്മനാഭ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്ന പാട്ടുകൾ. ശരിക്കും ഈ ഇപ്പോ നീലക്കുയിലിൽ നിൽക്കാണല്ലോ, നമ്മൾ ഈ 50കളിലോട്ട് വരുമ്പോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്ന പാട്ടും കഥയും ഒക്കെ ഏതാണ്? അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടിന്റെ സമ്പന്നമാക്കിയ ഒരു വിഭാഗമാണ് നാടക ഗാനങ്ങൾ. പ്രത്യേകിച്ച് KPSCയുടെ നാടക ഗാനങ്ങൾ. KPSC സുലോചന, KS ജോർജ്, അങ്ങനെ നാടകത്തിൽ നിന്ന് വന്ന സിനിമയിലേക്ക് വന്ന പാട്ടുകാരുമുണ്ട്. അപ്പോൾ നാടകഗാനങ്ങളെല്ലാം ജനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചതാണ് ആ കാലഘട്ടത്തിൽ. അതില് മനോഹരമായ വരികൾ, ONV സാറ്, വയലാർ സാറ് ഒക്കെ എഴുതിയ മനോഹരമായ വരികൾ. അങ്ങനെ ഒരു പാട്ടാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് മാരിവില്ലിൻ തേന്മലരെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഇതില് ഒരു പ്രധാനപ്പെട്ട ആ വരികൾ, എന്നെ വളരെ സ്വാധീനിച്ച വരികൾ: കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു, മിഴിനട്ടു നിന്നൊരു മാടത്തിന്മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു, ഒരു കൊടുങ്കാറ്റിന്റെ കൈകളിൽ തത്തി കരിമുകിൽ എങ്ങോ മറഞ്ഞു, അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർ വാനിൽ. ഇത് വളരെ പറയേണ്ട ഒരു സാധനമാണ്. കാരണം കടലിലെ ആകാശത്ത് നിൽക്കുന്ന ഒരു കരിമേഘം എന്ന് പറയുന്നത് കടലിലെ ഒരു കുമ്പിൾ മാത്രമേ ഉള്ളൂ. കാരണം അപ്പോൾ കടലിൻ്റെ ആ ഒരു അപരിമേയമായ വലിപ്പം, അഗാധമായ, അതായത് നമുക്ക് അളന്നു തീർക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിപ്പം, ആ ഒരു വിശാലത, ഇതെല്ലാം ഈ ഒരു പ്രയോഗത്തിലൂടെ കവി കൊണ്ടുവരിക. അപ്പോൾ കടലിലെ ഒരു കുമ്പിൾ വെള്ളം മാത്രമേ ഉള്ളൂ ആകാശത്ത് നിൽക്കുന്ന ഒരു കരിമേഘം. അത് ആകാശമാകുന്ന സുന്ദരിയുടെ മുടിക്കെട്ടാണ്. മുടി കെട്ടിവെച്ചിരിക്കുക, അതാണ് ഈ കരിമേഘം. ആ മുടിക്കെട്ടിൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് കൊരുത്ത് ഉള്ള ഒരു മാല, ഒരു ഹാരം, അതിങ്ങനെ ഈ മുടിക്കെട്ടിൽ ഇങ്ങനെ റാ പോലെ വെച്ചിരിക്കുക. ആ മുടിക്കെട്ട് കാറ്റിന്റെ അടിയിൽ, കാറ്റിന്റെ കൈകളിൽ തത്തിയിട്ട് അഴിഞ്ഞുപോയി, എന്നുവെച്ചാൽ ചിതറിപ്പോയി മേഘം. അഴിഞ്ഞു വീണപ്പോൾ ആ മുടിക്കെട്ടിൽ വെച്ചിരുന്ന മനോഹരമായ ഹാരമാണ് ചക്രവാളത്തിൽ മഴവില്ലായി കിടക്കുന്നത് എന്നാണ് ആ കവിയുടെ സങ്കല്പം. അതിമനോഹരം, അതാണ്. പക്ഷെ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും വിശാലമായിട്ടല്ല, ഇത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കാറില്ല. പക്ഷെ സൂക്ഷ്മമായി നമ്മൾ ഇതിന്റെ അർത്ഥം കൂടെ, ഇതിന്റെ ഭാവം കൂടി ഒക്കെ മനസ്സിലാക്കിയാൽ പാട്ടിനെ കൂടുതൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയും. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു, കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു, മിഴിനട്ടു നിന്നൊരു മാടത്തിൻ മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു, മിഴിനട്ടു നിന്നൊരു മാടത്തിൻ മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു, ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തത്തി കരിമൂകിലെങ്ങോ മറഞ്ഞു, അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാനിൽ. നമ്മള് ശരിക്കും ONV സാറിനെ പറ്റി പറഞ്ഞു അല്ലെ? ഈ വയലാർ സാറിന്റെ വരികളെ പറ്റി എന്താണ് പറയാനുള്ളത്?
വയലാറാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഗാനരചയിതാവായി നമ്മൾ അംഗീകരിക്കുന്ന ആള്. പക്ഷേ സംഗീതാസ്വാദകർ അറിയാത്ത ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ONV സാറാണ് വയലാർ സാറിനേക്കാൾ മുമ്പേ മലയാള ചലച്ചിത്ര ഗാനരചനയിലേക്ക് വന്നത്. അതിൽ വയലാർ സാറ് മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം എഴുതിയ പാട്ടല്ല, പക്ഷെ മരിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു പാട്ട് എല്ലാ കാലത്തും എല്ലാവരും ഇഷ്ടപ്പെടുകയും എപ്പോഴും പാടി നമ്മൾ കേൾക്കുകയും ചെയ്യുന്നൊരു പാട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന തീരമാണിത് എൻ്റെ ഭൂമി. ചന്ദ്രകളഭം എന്ന് ഉദ്ദേശിക്കുന്ന നിലാവ. ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിഞ്ഞു വീഴുന്ന മണ്ണാണ് എൻ്റേത് ഭൂമി. ഇന്ദ്രധനുസ് മഴവില്ലാണ്. അപ്പം അത്രയേറെ മനോഹാരിതയാണ് എൻ്റെ ഭൂമിക്ക്. അങ്ങനെയെല്ലാം ആവർത്തിച്ച ശേഷം അദ്ദേഹം ഈ ഭൂമിയെ വിളിക്കുന്നുണ്ട്. വസുന്ധരേ എന്നാണ് വിളിക്കുന്നത്. വസുന്ധരേ. ഭൂമിക്ക് മറ്റനേകം പര്യായങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് വയലാർ സാറ് ബോധപൂർവം വസുന്ധരേ എന്ന് പ്രയോഗിച്ചത്? അതിലൊരു കഥയുണ്ട്. വസുന്ധര എന്ന് പറഞ്ഞാൽ വസുക്കളെ ധരിക്കുന്നവൾ എന്നാണ് അർത്ഥം. വസുക്കളിൽ ജലം, അഗ്നി, വായു, സൂര്യചന്ദ്രന്മാർ, അഷ്ടവസുക്കളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഒരു ഗോളം ഭൂമി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ബോധപൂർവം വസുന്ധരേ എന്ന് വിളിക്കുന്നത്. അതായത് ജലത്തിൻ്റെയും പ്രാണവായുവിൻ്റെയും ഒക്കെ സാന്നിധ്യമുള്ളത് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വസുന്ധരേ. ഇവിടെ ജീവിച്ച് കൊതിതീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ? അതുകൊണ്ട് വീണ്ടും എനിക്കിവിടെ പിറക്കാൻ മോഹം എന്ന് പറയുന്നത്. ഏതാണ്ട് സമാനമായ, അല്ലെങ്കിൽ വയലാറിനെ ഓർത്തുകൊണ്ട് ഏതാണ്ട് സമാനമായ ഒരാശയം ONV സാറും എഴുതിയിട്ടുണ്ട്. അത് സലിൽ ചൗധരിയുടെ ഗണത്തിൽ തളിർത്തൊത്തിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി, പാതി പാടും മുമ്പേ വീണു ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു എന്ന് പറയുന്ന ആ വരികളും ഏതാണ്ട് സമാനമായ ഒരാശയത്തെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ നമുക്ക് ചന്ദ്രകളഭം ഒന്ന് കേട്ടിട്ട് വരാം. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ ആമുഖ ഹൃദയങ്ങളുണ്ടോ? ചന്ദ്രികയുണ്ടോ? കണ്ണനുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ശരിക്കും കുറച്ച് മുന്നേ ഈ പാട്ടിന്റെ അർത്ഥവും കഥയൊക്കെ പറഞ്ഞതിന് ശേഷം പാട്ട് കേട്ടപ്പോൾ ഭയങ്കര ഫീല്. ശരിക്കും നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ കേൾക്കുമ്പോൾ അത് പ്രത്യേക ഒരു അതിമധുരം എന്ന് പറയാം അല്ലേ? ശരിക്കും ഇനി നമുക്ക് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഏതെങ്കിലും ഒരു പാട്ടിനെ പറ്റിയും കഥയെ പറ്റിയൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. 66 കാട്ടുമല്ലിക എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. തുടർന്ന് അദ്ദേഹം അനേക മനോഹരമായ, എനിക്കൊന്ന് യേശുദാസ് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന പാട്ടുകൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയാണ്. നമ്മൾ വയലാർ സാറിൻ്റെ ആണെന്ന് വിചാരിക്കും. അല്ല, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ യേശുദാസ് പാടിയിരിക്കുന്നത്. 70കളിൽ അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളം. അപ്പോൾ ആ സമയത്താണ് സലിൽ ചൗധരി ഇപ്പം ചെമ്മീനിലെ സിനിമയ്ക്ക് ചെമ്മീനിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ശ്രീകുമാരൻ തമ്പി സാറുമായി അദ്ദേഹം ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നില്ല. 77ൽ വിഷുക്കണി എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിക്കാനായി അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ട്യൂണിട്ടാണ് പാട്ടുകൾ എഴുതുന്നത്. അങ്ങനെ അദ്ദേഹം വരുന്നു. ശ്രീകുമാരൻ തമ്പി സാറിനെ പരിചയമില്ല. ശശികുമാർ സാറാണ് ഈ സിനിമയുടെ സംവിധാനം. വിഷുക്കണിയുടെ തിരക്കഥ ശ്രീകുമാരൻ തമ്പി സാറാ. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചു, ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി. അപ്പോൾ ആരാണ് പാട്ടെഴുതുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ
ഇങ്ങനെ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന ആളാണ് പാട്ട് എഴുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ അത്ര പരിചയമില്ല. പരിചയമില്ല. എന്ന് മാത്രമല്ല ഈ ഇതിൽ പാട്ടെഴുതുന്ന ആൾ അത്ര പോരാ എന്നൊരു ഫീഡ്ബാക്കാണ് സലീൽ ചൗധരി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം അതുകൊണ്ട് തന്നെ വലിയ കൗതുകം കാണിച്ചില്ല. സംവിധായകൻ പറയും ഒരു പ്രശ്നമുണ്ട്, ഇദ്ദേഹത്തെ ഗാനരചന രചയിതാവിൻ്റെ മേഖലയിൽ നിന്ന് മാറ്റിയാൽ ഈ സിനിമ നിന്നു പോകും. അത് തിരക്കഥയും അദ്ദേഹത്തിൻ്റെയാ, അദ്ദേഹം തിരക്കഥയും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതൊരു പ്രശ്നമാകും. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും. സാധാരണ പാട്ടുകളുടെ പല്ലവി 4 വരിക, അനുപല്ലവി 4, ചരണം 4. ഇത് കുറച്ച് ദൈർഘ്യമുള്ള 10-18 വരികളുള്ള ഒരു പല്ലവിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്ര എഴുതാൻ പറ്റില്ല എന്നും അദ്ദേഹം ആയുധം വെച്ച് കീഴടങ്ങി പൊക്കോളും എന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ തമ്പി സാറ് ഇത് ടേപ്പ് റെക്കോർഡറിൽ ഇദ്ദേഹം തരതരാന്ന് പാടിക്കൊടുത്തേ, അങ്ങനെയാണല്ലോ പാടിക്കൊടുക്കുന്നുണ്ട്. അത് ടേപ്പ് റെക്കോർഡറിൽ പിടിച്ചിട്ട് അടുത്ത മുറിയിൽ പോയിരുന്ന് അരമണിക്കൂറിനുള്ളിൽ പാട്ടെഴുതുക. ആ പാട്ടാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ. അവിടെ കൊണ്ട് തീരേണ്ടതാണ്. പക്ഷേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി മേഘമായി ഇങ്ങനെ അങ്ങോട്ട് കുറേ വരികളാണ്. പക്ഷെ അദ്ദേഹം അതിൽ വിജയിച്ചു. ഈ പാട്ട് എന്നിട്ട് ഇതിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ സിനിമ ആ സന്ദർഭവുമായി ഇത്രയും യോജിക്കുന്ന മറ്റു വരികളില്ല. അത്ഭുതപ്പെട്ടു പോയി സലീൽ ചൗധരി. അദ്ദേഹത്തെ തമ്പി സാറിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത്രയും വേഗത്തിൽ പാട്ടുകൾ എഴുതുന്ന ഒരു കവിയെയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊരു വലിയ കോംപ്ലിമെന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും പിന്നീട് അവർ രണ്ടുപേരും വലിയ സൗഹൃദമാവുകയും ഒരുപാട് സിനിമകൾ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ബോംബെയിലെ ഫ്ലാറ്റിൽ പോയി താമസിച്ച് സിനിമകൾ ചെയ്യുകയും ഒക്കെ ചെയ്തു തമ്പി സാറ്. അങ്ങനെ വലിയ സൗഹൃദമായി. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണ ഗാനമാണ് അത് യഥാർത്ഥത്തിൽ. അതാണ് ആ പാട്ട്. പക്ഷെ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അത് അത്രയും മനോഹരമായ പാട്ടാണത്. അത്രയും പ്രാധാന്യമുള്ള ഒരു പാട്ട് കൂടിയാണത്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ മയങ്ങൂ നീയൻ മടിമേലെ. ഈ ഒരു സമയത്ത് നമുക്ക് ബാലഭാസ്കറിനെയും കൂടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ശരിക്കും ഈ ഒരു ഗാനം എനിക്ക് തോന്നുന്നു ന്യൂജനിലോട്ട് കുറച്ചും കൂടെ ആക്കി മാറ്റിയത് അദ്ദേഹമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഈ നിമിഷം നമുക്ക് അദ്ദേഹത്തിനും കൂടെ ഓർക്കാം. തീർച്ചയായും. പ്രഭാഷണത്തിലോട്ടൊക്കെ കൂടുതലായിട്ട് ഈ ഒരു വർഷമാണ് കടന്നു. അപ്പൊ ഈ ശരിക്കും പ്രഭാഷണത്തിലൊക്കെ ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയ ഏതെങ്കിലും ഗാനവും കഥയൊക്കെ ഉണ്ടോ? കരുനാഗപ്പള്ളിയിൽ ഒരു പത്മരാജൻ അനുസ്മരണം അവിടെ ഒരു സംഘടന നടത്തി. അപ്പം പത്മരാജനിൽ ഡോക്ടറേറ്റ് എടുത്ത ആളെന്നുള്ള രീതിയിൽ എന്നെ അവിടെ പ്രഭാഷണത്തിന് വിളിച്ചു. ആദ്യത്തെ 3/4 മണിക്കൂർ പത്മരാജൻ സാറിൻ്റെ സാഹിത്യവും സിനിമയെല്ലാം പറഞ്ഞു. അടുത്ത 3/4 മണിക്കൂർ പത്മരാജൻ സാറിൻ്റെ സിനിമകളിലെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഇന്നലെ എന്ന് പറയുന്ന സിനിമയിലെ നീ വിൺ പൂ പോൽ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുണ്ടാകാൻ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ സാഹചര്യവും ഈ പാട്ട് പറയുകയും കൂടെ ചെയ്തു. അത് ആ പോർഷൻ ആ സംഘാടകര് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ടു. അതോടുകൂടി അത് ഒരു വലിയ ഒരു വൈറലായി, ഭയങ്കരമായി വൈറലായി. അതിൻ്റെ ഒരു 25 ലക്ഷത്തോളം ആളുകൾ അത് കണ്ടു. അനേകായിരം പേർ വിളിച്ചു. അപ്പൊ പലരും അങ്ങനെ നിർദ്ദേശിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം, പാട്ടുകളെ ഇങ്ങനെ പരിചയപ്പെടുന്ന ഇത്തരത്തിൽ ആരുമില്ല. അതെ. പിന്നെ അത്യാവശ്യം പാടുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് അതൊരു വ്യത്യസ്തതയായിരിക്കും. ആ വൈറലായ ഒരു പോർഷൻ എന്താ? അത് ഇന്നലെ എന്ന് പറയുന്ന സിനിമയുടെ കഥ ഓർക്കുന്നുണ്ടാവും. അതിലൊരു ബസ് അപകടത്തെ തുടർന്ന് നായികയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയും ഇവരെ അവിടെ അടുത്തുള്ള ഒരു ആശുപത്രി നടത്തുന്ന ഒരു അമ്മയും മകനും അവിടെ എത്തുകയും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയും പിന്നീട് അവിടെ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഥ. ഇവരാരാണെന്ന് ഇവർക്കറിയില്ല. ഈ അമ്മയും ശ്രീവിദ്യാമ്മയാണ് അമ്മയെ അവതരിപ്പിക്കുന്നത്, ജയറാമാണ് ഈ ഡോക്ടർ മകനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവർക്കറിയുന്നില്ല ഇത് ആരാണെന്ന്. ഇവർക്ക് ഭർത്താവുണ്ടോ, ഇവർക്ക് മക്കളുണ്ടോ,
ഇതൊന്നും അറിയില്ല, ഇവർക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ തുടരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ഇവർക്കാവുന്നില്ല. ഇവരെ തേടി ആരും വരുന്നില്ല. അങ്ങനെ ഇവർ ആ ആശുപത്രിയിലും ഇവരുടെ വീട്ടിലും ഒക്കെയായി ഇങ്ങനെ ജീവിക്കുന്നു. ഇവർ നല്ല പെരുമാറ്റവും നല്ല സുന്ദരിയായ സ്ത്രീയുമൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായും ഈ മകനും ആയ ഒരു സൗഹൃദം പിന്നീട് അതൊരു പ്രണയമായി മാറുന്നു. അങ്ങനെ ഇവർ ഒന്നിക്കാൻ പോവുകയാണ്, ഇവരുടെ കല്യാണത്തിലേക്ക് എത്തുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ വരുന്ന പാട്ടാണിത്. അവരുടെ ഒരു തീവ്ര പ്രണയത്തിൻ്റെതായ ഒരു പാട്ടാണ് ഈ നീ വിൺ പൂ പോൽ. അതിൻ്റെ ഈ സന്ദർഭം പറഞ്ഞു കൊടുത്തു. അപ്പം ഈ സ്ത്രീയുടെ പ്രണയം, അവരുടെ ആ ഒരുമിക്കൽ വരാൻ പോവുകയാണ് എന്ന് ഈ ജയറാമിൻ്റെ കഥാപാത്രത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വിസ്ഫോടനമുണ്ട്. അതെങ്ങനെ അവതരിപ്പിക്കണം എന്ന് പെരുമ്പാവൂർ സാറിനോട് പത്മരാജൻ പറഞ്ഞു കൊടുത്തു. ഒരു മത്താപ്പൂ പൊട്ടി ഇങ്ങനെ ചിതറുന്നത് പോലെ, തൃശ്ശൂർ പൂരത്തിനൊക്കെ മത്താപ്പൂ ഇങ്ങനെ പോയി പൊട്ടിച്ചിതറുമല്ലോ, അതുപോലൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ ജയറാമിനുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫീല് വരുന്ന പാട്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പല രാഗമാണല്ലോ പലപ്പോഴും പാട്ടുകൾക്ക് അടിസ്ഥാനം, പല രാഗങ്ങളും അദ്ദേഹം ആലോചിച്ചു. ഒടുവിൽ പല ട്യൂണുകളും പത്മനാഭൻ സാറിനെ കേൾപ്പിച്ചു. പോരാ 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 ഇങ്ങനെ പോരാ. അവസാനം അഠാണ എന്ന് പറയുന്ന രാഗം ഉപയോഗിച്ചു. അഠാണ എന്ന് പറയുന്ന രാഗം കഥകളിയിൽ വീരരസം അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാഗമാണ് അഠാണ. അപ്പൊ അഠാണ രാഗത്തിൽ വളരെ വേഗത്തിൽ ഇങ്ങനെ സ്പീഡ് കട്ടുള്ള ഒരു പാട്ട് അങ്ങനെ അവതരിപ്പിച്ചു. അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അതിന് വരികളിലൂടെ വന്നപ്പോഴേക്കും അത് ഉജ്ജ്വലമായി. ഒരു മത്താപ്പ് പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അതിങ്ങനെ ഒരു മത്താപ്പൂ ഇങ്ങനെ പൊട്ടുന്ന ഒരു തട്ട് നിലയമിട്ടെന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനെ തട്ടായിട്ട് പൊട്ടുന്ന രീതിയിലുള്ള ഒരു ഫീലാണ്. നീ വിൺ പൂ പോൽ ഇതളായി തെളിയും വരമായി നിറമായി ഞാൻ നിൻകുളിരായി മുഴുകി ആലിൻ കൊമ്പിൽ കിളിയുണരുമ്പോൾ ആകാശത്തമ്പിളിയുരുകുമ്പോൾ ഇരുളല ചിതറിയ പുലരിയുണർന്നതിൽ ഇന്നലെ മൂടിയ മഞ്ഞുരുകി ഹിമജലമൊഴുകിയ പുഴയിലഴകി നാം ഇരുമൈ പുണരും ചലനം 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 ലലല. ഇങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു പാട്ടാണ് യഥാർത്ഥത്തിൽ എന്നെ ഇവിടം വരെ എത്തിച്ചതെന്ന് പറയാം.